ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ മുത്ത് മോമിനീങ്ങളെ, ഞാൻ ഇതിനു മുമ്പും നിങ്ങളിലേക്ക് വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം ചൊല്ലുന്ന ദിക്റിനെ പരിചയപ്പെടുത്തി വിട്ടതായിരുന്നു. എൻ്റെ മുത്ത് മോമിനീങ്ങൾ, അതിലോരോ ദിവസവും ആ ദിക്റുകളെ പ്രാവർത്തികമാക്കണം. ഒരാഴ്ച, ഒരു മാസം, ഒരു കൊല്ലമൊന്നും ചൊല്ലിയാൽ പോരാ. ഡെയിലി അങ്ങോട്ടൊരു നിയ്യത്ത് വെച്ച് അങ്ങോട്ട് ചൊല്ലുക. ഒരു ദിവസത്തിൽ 1001 ദിക്റിനെ ചൊല്ലാൻ നമുക്ക് ആർക്കും ഇന്ന് സമയമുണ്ടല്ലോ. അത് നിങ്ങൾ നിരന്തരം ചൊല്ലണം. അതുപോലെ നാളെ വെള്ളിയാഴ്ച, ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ വിടുന്നത്. വെള്ളിയാഴ്ച രാവിലെ കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് ആ നമസ്കാരം 2 റക്അത്ത് തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം യാ അല്ലാഹ് യാ അല്ലാഹ് നമ്മളെ റബ്ബിനെ നമ്മൾ ഹൃദയത്തിൽ വെച്ച് വിളിക്കണം കേട്ടോ. അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ് എന്ന ദിക്റിനെ സ്പീഡിൽ ചെല്ലാതെ നല്ല വൃത്തിയോട് കൂടി ചൊല്ലി 1001 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം 2 കൈ നീട്ടി ഞാൻ നിങ്ങളോട് എന്നും പറയുന്ന പോലെ നല്ലവണ്ണം ദുആ ചെയ്യുക. നമ്മൾ ചൊല്ലുന്ന ഈ യാ അല്ലാ എന്ന ദിക്റിനെ നമ്മളെ റബ്ബ് നമ്മൾ വിളിക്കുന്ന ഈ വിളിക്ക് ഉത്തരം നൽകും. നമ്മളെ ഉള്ളിൽ ഓരോ ദിവസവും ഓരോ പ്രയാസവും നല്ല സന്തോഷത്തിലുള്ളൊരു ജീവിതമാക്കണം. നമ്മളെ മക്കളാലും നമ്മളെ ഫാമിലിയാലും ഒക്കെ നല്ലൊരു റാഹത്തായൊരു ഈമാനോട് കൂടിയുള്ളൊരു ജീവിതം നമ്മളിലേക്ക് നൽകട്ടെ. നമ്മളെ മക്കളിലേക്ക് ഒരുപാട് ഈമാൻ നഷ്ടപ്പെട്ട കാലമാണ്. ഒരുപാട് മക്കൾ നമസ്കരിക്കാതെ അങ്ങനെ നടക്കും. നമ്മളിങ്ങനെ നിർബന്ധിക്കണം നമസ്കരിക്കാനും ഓതാനും. ഇതിനൊക്കെ നമ്മളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ അവർ ചെയ്യൂല എന്നല്ല, അതൊക്കെ അവർക്ക് അവരുടെ സ്വബോധത്തിൽ വരണം അതൊക്കെ, അല്ലേ? അപ്പോൾ നമ്മളെ മനസ്സിലുള്ള ആ മുറാദ് എന്താണെങ്കിലും നമ്മളെ റബ്ബ് നമ്മളെ ഹൃദയത്തിലേക്കാണ് നോക്കുക. ആ ഹൃദയത്തിൽ എന്താണോ പ്രയാസമുള്ളത് എന്ന് ആ വ്യക്തിയിലേക്ക് നോക്കുമ്പോൾ അള്ളാഹ്ക്ക് അറിയാലോ. അപ്പോൾ യാ അല്ലാഹ്, എന്ത് പ്രയാസമുണ്ടെങ്കിലും ആ 2 കൈ നീട്ടി ദുആ ചെയ്യുക. എന്താണോ നമ്മളിലുള്ള ആ പ്രയാസം അത് റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. എന്ത് പ്രയാസമാണെങ്കിലും. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചെല്ലുന്ന ഈ ഓരോ ദിക്റിനെയും ഓരോ ഖുർആനിനെയും ഓരോ നമസ്കാരത്തെയും നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ ചൊല്ലുന്ന ആ ദിക്റിനെയും അല്ലാഹു വലിയൊരു അമലാക്കട്ടെ. നമ്മളെ കൂടെ മരണപ്പെട്ടു പോയ നമ്മളെ ഉപ്പ, ഉമ്മ, ജ്യേഷ്ഠന്മാർ, ജ്യേഷ്ഠത്തി, അനിയത്തി, ആങ്ങളമാർ ഇവർക്കൊക്കെ നല്ല ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ.